ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഹോട്ടലിലെ പരിശോധനയും ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും ഫിലിം ചേംബറിനും അമ്മയ്ക്കുമടക്കം വിൻസി അലോഷ്യസ് നൽകിയ പരാതിയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. അതിൽ സജി നന്ദിയാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ സജി നന്ദിയാട്ട്, അതിൽ കൗതുകരമായ ഒരു കാര്യം, ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ഒരു സ്റ്റോറി ഇപ്പോഴും ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. അയാൾ സെറ്റിലിരുന്ന് വെള്ളപ്പൊടി തുപ്പി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കുന്നില്ല. നിലപാട് വ്യക്തമാക്കി വിൻസി അലോഷ്യസ്. മാതൃഭൂമി ഈ വാർത്ത വന്നപ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു കാർഡ്, അതാണ് ഷൈൻ ടോം ചാക്കോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലെ ഒരു സ്റ്റോറി. എന്തൊരു വിരോധാഭാസമാണ് നോക്കിയത്. ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ 10 വർഷത്തിലേറെയായി. ഈ ആദ്യ കേസ് വന്നിട്ട് 2015-ലാണ്. പിന്നീടുമൊക്കെ പലപ്പോഴും ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ ഷൈൻ എന്ന നടൻ്റെ പേര് അതിനോട് ചേർക്കുന്നു. ഒരു നല്ല നടൻ എന്നതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന പ്രതിഭയെ കളഞ്ഞു കുളിക്കുന്ന കുറേ യുവതാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നോ എന്ന ആശങ്ക, അത് സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായി തോന്നുന്നതാണ്. ഒപ്പം നേരത്തെ മാർഷൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ സിനിമാക്കാരെ മുൻനിർത്തി ലഹരിക്കെതിരായ പോരാട്ടം നയിക്കണം. പ്രധാനപ്പെട്ട നടന്മാരൊക്കെ വന്ന് അതിൻ്റെ അംബാസഡർമാരായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല മച്ച എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ ഈ താരങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്. ഇത് സിനിമാ മേഖലയിൽ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ആ ശുദ്ധികലശം ഉറപ്പാകുമോ, അതോ 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാം പഴയപടി എന്ന നിലയിലേക്ക് പോകുമോ? അല്ല, ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിൻസി ഇന്നലെ എന്നോട് പറഞ്ഞത് ഇതേ ഡയലോഗാണ്. കാരണം നല്ല ഒരു അഭിനയ നേതാവാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ ആളെ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്ന് വിൻസി ആഗ്രഹിക്കുന്നില്ല. വിൻസി എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാനാണ് വിൻസിയെ വിളിച്ച് പരാതി കൊടുക്കണമെന്ന് നിർബന്ധിച്ചതും പരാതിക്ക് വിൻസി കൊടുക്കാൻ കാരണവും ഞാൻ തന്നെയാണ്. ഞങ്ങളും ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരുണ്ട്, റാണിയുണ്ട്, ആഷയുണ്ട്, ഞങ്ങളുടെ സജിതാ മഠത്തിലുണ്ട്. ഞങ്ങളെല്ലാവരുടെ കൂടി ഇന്നലെ വിൻസിയോട് സംസാരിച്ചു. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ വിൻസിയെ വിളിച്ചു, ഞങ്ങളുടെ മെമ്പർമാരെ വിളിച്ചു. വിൻസി പറഞ്ഞ ആദ്യ കാര്യം ഇതാണ്: എനിക്കൊരിക്കലും ഈ നടൻ്റെ പ്രതിഭയോട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മറിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ല ഭാവിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ഇല്ലാതാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നല്ല മനസ്സിന് ഉടമയാണ് വിൻസി. വിൻസി ഇന്നലെ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി വൈകിട്ട് നൽകിയിട്ടുണ്ട്, IC-ക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അണ്ടറിലാണ് IC നടക്കുന്നത്, മോണിറ്ററിംഗ് നടക്കുന്നത്. കേരളത്തിലെ സർക്കാർ ഹൈക്കോടതി വിധി പ്രകാരം വനിതാ കമ്മീഷൻ ഞങ്ങളെ ഏൽപ്പിച്ചു. 2022 മുതൽ വളരെ ഭംഗിയായി എല്ലാ ലൊക്കേഷനിലും IC ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഷൂട്ടിങ്ങിന് അനുവാദം കൊടുക്കാറുള്ളൂ. ഇവിടെ 5 പേരടങ്ങുന്ന ഈ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അതിൽ 3 പെൺകുട്ടികളാണ്. സായുജ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിച്ചതാണ്. വിൻസി എന്നോട് പറഞ്ഞത് വളരെ സജീവമായി അവർ പങ്കെടുത്തു, വളരെ ആത്മാർത്ഥമായി പിന്തുണച്ചു. അവർ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കൂടെ നിന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡയറക്ടർ, പ്രൊഡ്യൂസർ, ലൊക്കേഷൻസ് എല്ലാവരും വിൻസിയോടൊപ്പം നിന്നു. ഡയറക്ടർ ഈ നടനോട് വളരെ രോക്ഷമായി പല പ്രാവശ്യം സംസാരിച്ചു, താക്കീതും കൊടുത്തു. വിൻസിയോട് വളരെയധികം ബോഡി ഷെയിം നടത്തുകയും വളരെ ലൈംഗിക ചുവയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. ഇതൊക്കെ പരാതിയിൽ വിൻസി സൂചിപ്പിച്ചത്. നിങ്ങൾക്കൊരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, അതിൽ ഇത്രയും വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു വിടേണ്ടതല്ലോ. അത് കൃത്യമായി അതാത് ചുമതലയുള്ള പോലീസിലോ മറ്റ് സംവിധാനങ്ങളിലോ അറിയിച്ച് ഇങ്ങനെയൊരു നടൻ ലൊക്കേഷനിൽ, അതെനിക്കൊണ്ട് സംവിധാനം നിർമ്മാതാവും ഒക്കെ തന്നെ ഒഫീഷ്യലി പരാതി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഏത് നടനാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത്, ഇനി നല്ല കുട്ടിയായി ഇരുന്നോളണം, അങ്ങനെയല്ലല്ലോ വേണ്ടത്. നിങ്ങൾ തീർക്കേണ്ട പ്രശ്നമല്ലല്ലോ, അത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതല്ലായിരുന്നോ? തീർച്ചയായും അതല്ല, അവിടെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. വിൻസി റിട്ടേൺ പരാതി നൽകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിട്ടേൺ പരാതി ഒരാൾ നൽകാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിട്ടേൺ പരാതി നൽകാതെ ഹൈക്കോടതി റിട്ടേൺ പരാതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ പരാതി ഇപ്പോഴും വിൻസി തരുമെന്ന് സംശയമുണ്ട്. കാരണം പോലീസിൽ കൊടുക്കാനോ എക്സൈസിൽ കൊടുക്കാനോ റിട്ടേൺ പരാതി വിൻസി കൊടുക്കാൻ വിൻസി ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്നിനി അതൊരു പ്രശ്നമാണ്. ഈ പരാതി കൊടുക്കാനുള്ള ആളുകളുടെ ഭയവും പേടി എന്താണ്? നമ്മൾ ഒരു പരാതി കൊടുത്തു പോയാൽ നമ്മൾ ഫിനിഷ് ഓഫ് ആയി. ശ്രീ സജി നന്ദി, അതല്ലേ ഒരു പ്രശ്നം. നമ്മളൊരു പരാതി കൊടുത്താൽ പിന്നെ നമ്മുടെ കരിയർ അവിടെ തീർന്നു എന്ന ഭയം ആളുകളുണ്ട്. അത് നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ, ആ ഭയത്തിന്റെ സാഹചര്യം സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പോലും വിൻസി ഒഫീഷ്യലി പോലീസിനെ സമീപിക്കുമെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയാനിട വരുന്നത്. അല്ല, അത് വിൻസി എന്നോട് പങ്കുവച്ചിരുന്നു. ഇന്നലെ വിൻസിയോട് സംസാരിച്ചപ്പോൾ ഞങ്ങളോടെല്ലാം പങ്കുവച്ചൊരു കാര്യമാണ്. അതായത് ഞാൻ ഈ പരാതി നൽകിയാൽ എനിക്കത് മോശമാവുക, എൻ്റെ പ്രോജക്റ്റിനെ അത് ബാധിക്കും. ആ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്. അവരെല്ലാം കൂടെ ഒരു സഹോദരി ബന്ധത്തിൽ അല്ലെങ്കിൽ അതൊരു കുടുംബമായി ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു വിൻസി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ നശിപ്പിക്കാൻ വിൻസി തയ്യാറല്ല. നല്ല ആത്മാർത്ഥമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, എനിക്ക് മനസ്സിലായതാണ് സംസാരത്തിൽ. അപ്പോൾ
അങ്ങനെ ഒരാള് ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. അപ്പൊ ഞങ്ങൾ ഉറപ്പ് കൊടുത്തു, ഒരു വിധത്തിലും വിൻസിയെ ഒരു വിധത്തിലും ബാധിക്കില്ല, വിൻസിയുടെ ഒരു കാര്യത്തിലും വിൻസിക്ക് ഒരു ശല്യം ഉണ്ടാവില്ല, ഞങ്ങളത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാം ഫിലിം ചേംബർ എന്ന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് വിൻസി പരാതിയായി മുന്നോട്ട് വന്നത്. അതനുസരിച്ച് അമ്മ ഇടപെട്ടു. ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യത്തിൽ അതറിഞ്ഞ് അമ്മ ഇടപെട്ടു, ഫെഫ്ക ഇടപെട്ടു. എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് പരാതി ലഭിച്ച കാര്യത്തിൽ. തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം, ഇപ്പോൾ പ്രസിഡന്റ് BR ജയിക്കും, അതുപോലെ ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു അടിയന്തര യോഗം വിളിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ 3 മണിക്ക് ഫിലിം ചേംബറിൽ ഒരു യോഗം 21-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ശക്തമായ നടപടി എടുക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇനി പുറകോട്ട് പോകുന്ന പരിപാടിയില്ല, താക്കീതും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാരെ വെച്ച് മുന്നോട്ട് പ്രോജക്റ്റ് എടുക്കാതിരിക്കുക എന്നല്ല, വേറെ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സർക്കാരാണ്, ജുഡീഷ്യറിയാണ്, നമ്മുടെ ഓർഗാൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കും ഈ പ്രാവശ്യം. ഇതിനു മുൻപും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ സംഘടനകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. വളരെ ശക്തമായ സംവിധാനവുമായി പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഈ പറച്ചിലുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതല്ലേ? ഈ നമുക്ക് ഷൈൻ്റെ കാര്യം തന്നെ അറിയാലോ. 2015 ഇങ്ങനെ ഒരു കേസ് വന്നയാളാണ്. അതിപ്പോൾ ഈ അടുത്താണ് അതിൽ നിന്ന് മോചിതനാകുന്നത്. പക്ഷേ അതിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളാണ് സത്യത്തിൽ ഇവർക്കെതിരായ കുറ്റം തെളിയിക്കാൻ പറ്റാതെ പോയതെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ഉപയോഗിച്ചിരുന്നതാണോ, ഇവർ ശരിക്കും കുറ്റക്കാരാണോ എന്ന സംശയം നമ്മളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഈ വഴിയിലേക്ക് ഷൈൻ പോകുന്നു. ഇപ്പോൾ ഷൈനാണെങ്കിൽ തെലുങ്കിലും തമിഴിലും ഒക്കെ ഇഷ്ടമാതിരി അവസരങ്ങളുണ്ട്. മലയാളത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ മറ്റിടങ്ങളിൽ ഷൈൻ അവസരങ്ങളുണ്ടാകാം. പക്ഷേ ഇതൊരു നിങ്ങളുടെ പ്രതിഭയാണ് ഇവിടെ വേണ്ടത്, നിങ്ങളുടെ ഈ ലഹരി ഉപയോഗമല്ല എന്ന് സിനിമാ സംഘടനകൾ ഒന്നായി തീരുമാനമെടുക്കുകയും അത്തരക്കാരെ 2-3 പടത്തിൽ നിന്ന് കൃത്യമായി മാറ്റി നിർത്തി മറ്റിടങ്ങളിൽ അവർ സഹകരിക്കുന്നത് കൂടി നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ഇതിലും വലിയ പ്രതിഫലം, ഇവിടെ 10 സിനിമ അഭിനയിക്കുന്ന കാശ് അവിടെ ഒരു സിനിമയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയും സാധ്യതകളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമാണോ ഈ നിയന്ത്രണവും മാറ്റി നിർത്തലും? അത് നിങ്ങൾക്ക് അതിനകത്ത് ഇന്ത്യയിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ചെറിയ പരിചയക്കുറവുണ്ട് താങ്കൾക്കും തോന്നുന്നു. കാരണം ഫിലിം ചേംബർ ഒരു കാര്യം തീരുമാനിച്ചാൽ ഓൾ ഇന്ത്യ ഫിലിം ചേംബർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ, പിന്നെ IFK, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവിടുന്ന് ഒരു കാര്യം തീരുമാനിച്ചാൽ ഇന്ത്യ ഒട്ടുക്ക് അത് ബാധകമാണ്. ഹിന്ദി സിനിമയിൽ നിന്ന് ഒരു കാര്യം തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിച്ചാൽ അതെല്ലാം അച്ചടി ഞങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കേരള ഫിലിം ചേംബർ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇന്ത്യയിൽ തീരുമാനിക്കുന്നവർ തന്നെയാണ്. അക്കാര്യത്തിൽ മറ്റ് ഭാഷകളുടെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു സംശയവും താങ്കൾക്ക് വേണ്ട. ഫിലിം ചേംബർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡ് ആണ്. അതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയാണ്. അപ്പോൾ ഞങ്ങൾ സംഘടനകൾ തമ്മിലൊരു ബന്ധമുണ്ട്, പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും പരസ്പരം എന്താ പറയുക. സ്വാഭാവികമായും ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഒരു ഇടപെടലുണ്ടാകും. അതേ തുടർന്ന് ഷൈൻ ടോം ചാക്കോ മാത്രമല്ല ഇത്തരം സമീപനം സ്വീകരിക്കുന്ന എല്ലാ താരങ്ങൾക്കും ഇതേ രീതിയിലുള്ള നടപടികൾ ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സെറ്റ് ശുദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന ഇപ്പോഴത്തെ ആർജവം ഈ തുടർ നടപടികൾ ഉണ്ടാകണം എന്നതാണ്. അത് നമ്മൾ സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലത്തെ സംഭവങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികമായിട്ട് സമൂഹത്തിനുണ്ട്.